വ്യാപാരികൾ നേരിടുന്ന മാലിന്യ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ ചിക്കൻ വ്യാപാരികൾ സമരത്തിലേക്ക്. കടകളിൽ നിന്നുള്ള കോഴി മാലിന്യം സംഭരിക്കുന്നത് ഒരു മാസമായി കൃത്യമായി നടക്കാത്തതിനാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളടക്കം ഉണ്ടാകുന്നതും വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു. ജില്ലയിലെ 2000-ഓളം വരുന്ന ചിക്കൻ വ്യാപാരികൾ നേരിടുന്ന മാലിന്യ പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ചിക്കൻ വ്യാപാരി സമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. കടകളിൽ നിന്ന് മാലിന്യം സംഭരിക്കൽ ഒരു മാസമായി കൃത്യമായി നടക്കുന്നില്ല. മാലിന്യം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയാണ്. പകർച്ചവ്യാധി അടക്കമുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് ഇത് വഴിവെക്കുന്നത്. നമുക്ക് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളെ മാലിന്യം നീക്കം ചെയ്യുന്നില്ല. ഇപ്പോൾ മാസങ്ങളോളായിട്ട് നമ്മളെ മാലിന്യം നീക്കം ചെയ്യുന്നില്ല. അത് നമുക്ക് കടകളിൽ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള പ്രയാസങ്ങളാണ്. തൊട്ടടുത്തുള്ള കടകൾ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ ചില കടൻ്റെ അടുത്ത് റെഡിമെയ്ഡ് ഷോപ്പ്, ഹോട്ടൽ, അങ്ങനെയുള്ള പല സ്ഥാപനങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും ചിക്കൻ സ്റ്റാൾ ഉണ്ടാവുക. ആ ചിക്കൻ സ്റ്റാളിൽ അവിടെ ഭയങ്കര പരാതികളാണ്. അവർ അങ്ങാടിയിൽ എന്ന് പറഞ്ഞാൽ ഒരു അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥ. ഒരു 4 ബോക്സ് ചണ്ടി 2 ദിവസം കെട്ടി നിൽക്കുകയാണെങ്കിൽ ആ അങ്ങാടിയിലേക്ക് ഒരാൾക്ക് ഇറങ്ങി വരാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കോഴിക്കോട് കോർപ്പറേഷനിലും അതുപോലെ തന്നെ മറ്റുള്ള ജില്ലയിലുള്ള മറ്റുള്ള എല്ലാവിധം പഞ്ചായത്തുകളിലൊക്കെ ഇതിന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് മാസങ്ങളോളായിട്ടുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ വേസ്റ്റിൻ്റെ പ്രശ്നം കടകൾ പൂട്ടി സമരത്തിലേക്ക് തന്നെ കടന്നു പോകേണ്ട അവസ്ഥയാണ്. അമ്പായത്തോട് പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് എന്ന മാലിന്യ സംസ്കരണ കേന്ദ്രം മാത്രമാണ് ജില്ലയിലുള്ളത്. സ്ഥാപനത്തിന് ലൈസൻസ് പുതുക്കി നൽകേണ്ടെന്നാണ് കട്ടിപ്പാറ പഞ്ചായത്തിന്റെ തീരുമാനം. പ്ലാന്റിൽ നിന്നും മാലിന്യം ഇരുവഴിഞ്ഞിപ്പുഴയിലേക്ക് ഉൾപ്പെടെ ഒഴുക്കിവിടുന്നതായി നാട്ടുകാർ ആരോപിച്ചിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകേണ്ടെന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് സ്ഥാപനം പ്രവർത്തിക്കുക. ജില്ലയിൽ കൂടുതൽ റെന്റിംഗ് പ്ലാന്റുകൾ അനുവദിക്കണമെന്നും ഇതര ജില്ലകളിൽ നിന്നുള്ള പ്ലാന്റുകൾക്ക് മാലിന്യം ശേഖരിക്കാനുള്ള തടസ്സങ്ങൾ നീക്കണമെന്നുമാണ് വ്യാപാരികളുടെ ആവശ്യം. ജനം, കോഴിക്കോട്.